ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു രസം ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് 8 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനോടുകൂടി 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 മീഡിയം സൈസിലെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി യോജിപ്പിക്കാം. ഇതിലേക്ക് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടുകൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ജീരകം കയ്യിലെടുത്തതിന് ശേഷം കൈവിരലുകൾ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞരടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉലുവയും കായവും കൂടിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചേർത്ത് കൊടുക്കരുത്, കാരണം ഉലുവ കൂടിയാൽ കയ്പുണ്ടാകും. ഈ സമയം ഇതിലേക്ക് എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരണം. ഈ സമയം മറ്റൊരു പാത്രത്തിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. വാളംപുളി കൈകൊണ്ട് നല്ലതുപോലെ ഞരടി പുളിവെള്ളമാക്കി വെക്കണം. ഈ സമയം ഇവിടെ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിലാണ് പുളി പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ആ വെള്ളം മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ലതുപോലെ ലൂസായിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് ഏറ്റവും നന്നായിരിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് പുളിയുടെ വെള്ളവും അതുപോലെ വെള്ളവും ചേർത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നോട്ടെ. നല്ലതുപോലെ തിളച്ച് പുളിയുടെ പച്ച രുചിയെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 തണ്ട് മല്ലിയില 2-3 പ്രാവശ്യമായിട്ട് നല്ലതുപോലെ മുറിച്ചതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് പൊട്ടിക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ചൂട് ചോറിനോടൊപ്പം വിളമ്പാവുന്നതാണ്. വെറുതെ കുടിക്കാനായിട്ടാണെങ്കിലും ഈ രസം വളരെ മികച്ചതാണ്. ഇതിൻ്റെ തെളി ഊറ്റിയെടുത്തതിന് ശേഷം അത് കുടിച്ചാൽ മതിയാകും. നല്ല തണുപ്പ് കാലാവസ്ഥയിൽ തൊണ്ടവേദനയും പനിയും ജലദോഷവും ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലൊരു രസം ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ ആശ്വാസകരമായിരിക്കും. അതുപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള നോൺ വെജ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിച്ചതിന് ശേഷം ഒന്ന് ദഹിക്കാനായിട്ട് ഇത്തരത്തിലുള്ള രസം വളരെ നല്ലതാണ്. എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിൽ കാണുന്ന കുറച്ച് പൊടികൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന വളരെ സ്വാദിഷ്ടകരമായ ഒരു രസമാണിത്. ഇത്തരത്തിൽ രസമുണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരവസരത്തിൽ മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. താങ്ക്